ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങളോടൊരു സന്തോഷകരമായ ഒരു കാര്യം, എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഞാൻ എക്സ്റ്ററിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, മാനുവൽ. അതിന് മൈലേജ് തീരെ കുറവായിരുന്നു. ഞാൻ ഫസ്റ്റ് സർവീസിലൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് മൈലേജ് മേടിക്കുന്നതിന് മുമ്പ് തന്നെ അവർ പറഞ്ഞത് മൈലേജ് 18 മൈലേജ് കിട്ടുമെന്ന് പറഞ്ഞാണ് നമ്മൾ എടുത്തത്. പക്ഷേ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞപ്പോഴും മൈലേജ് എനിക്ക് 10, 11, മാക്സിമം പോയാൽ ഒരു 13 കിട്ടിയാൽ പറയാൻ കിട്ടിയെന്ന് അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം 10,000 ആവാറായപ്പോൾ 10,000 സർവീസ്, സെക്കൻഡ് സർവീസിൽ അവർ അന്ന് പറഞ്ഞിരുന്നത് സെക്കൻഡ് സർവീസ് ചെയ്യുമ്പോൾ മൈലേജ് വ്യത്യാസം വരും, ഓയിൽ ചേഞ്ച് വരുമ്പോൾ മൈലേജ് വ്യത്യാസം വരും എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. ഞാൻ മൂവാറ്റുപുഴ പോപ്പുലറിൽ നിന്നാണ് വണ്ടി എടുത്തത്, പോപ്പുലർ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വലിയ പ്രതീക്ഷയില്ലായിരുന്നു. അപ്പോൾ ഞാൻ സെക്കൻഡ് സർവീസ് 10,000 സർവീസിൽ ഓയിൽ ചേഞ്ച് ചെയ്തു. അതിനുശേഷം ഞാൻ ഇന്ന് കട്ടപ്പന വരെ പോയി, ഇടുക്കി കട്ടപ്പന. അവിടെ നിന്ന് ഞാൻ തിരിച്ച് മൂവാറ്റുപുഴ വന്നു. ഏകദേശം ഒരു 100 കിലോമീറ്ററോളം ഓടി. അപ്പോൾ അത് എനിക്ക് മൈലേജ് എന്ന് പറഞ്ഞാൽ 17.3 കിലോമീറ്റർ മൈലേജ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഇടുക്കി കട്ടപ്പന റൂട്ട് അത്യാവശ്യം കയറ്റ ഇറക്കങ്ങളുള്ള ഒരു റൂട്ടാണ്. അപ്പോൾ അവിടെ എനിക്ക് 17.3 മൈലേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനതിൽ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ലായിരുന്നു ഇത്ര മൈലേജ് കിട്ടും എന്നുള്ളത്. അപ്പം ഞാൻ എൻ്റെ അടുത്ത് പലരും വന്ന് ചോദിക്കും, വണ്ടിയൊക്കെ നിർത്തിയിട്ട് ചോദിക്കും എക്സ്ട്രാ എങ്ങനെയുണ്ട്, എക്സ്ട്രാ മൈലേജ് എങ്ങനെയുണ്ട്, മൈലേജ് വല്ലതും കിട്ടുമോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് അത് അവരോടൊന്നും പറയാൻ പറ്റില്ല. കാരണം മൈലേജ് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ എങ്ങനെയൊക്കെ ഓടിച്ചിട്ടും മൈലേജ് എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. 13 മേളിൽ മൈലേജ് എനിക്ക് കിട്ടിയിട്ടില്ല, അപ് ടു 10,000. ഇത് ഈ സെക്കൻഡ് സർവീസ് ചെയ്തതിന് ശേഷം എനിക്ക് ഇപ്പോൾ മൈലേജ് 17.3 മൈലേജ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എക്സ്ട്രാ എടുത്തവരോട് പറയാനുള്ളത്, നിങ്ങൾ സെക്കൻഡ് സർവീസ് വരെ വെയിറ്റ് ചെയ്യുക. സെക്കൻഡ് സർവീസിൽ ഓയിൽ ചേഞ്ച് കഴിയുമ്പോൾ മൈലേജ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. തീർച്ചയായിട്ടും മൈലേജ് കിട്ടും. ഞാൻ അതിൻ്റെ മീറ്ററിൻ്റെ ഞാനിത് പ്രൊഫഷണൽ ഒരു റിവ്യൂ ചെയ്യുന്ന ആളൊന്നുമല്ല. അപ്പോൾ ഇത് ഷെയർ ചെയ്യണമെന്ന് തോന്നിയതുകൊണ്ട് മാത്രം ഞാൻ ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഞാനതിൻ്റെ മീറ്ററിൻ്റെ റീഡിങ് കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ഇട്ടുതരാം. ഓക്കെ, ഞാൻ 102.8 കിലോമീറ്ററാണ് വണ്ടി ഓടിച്ചത്. 2.35 മണിക്കൂർ. എനിക്ക് മൈലേജ് കാണിച്ചിരിക്കുന്നത് 17.2. അപ്പോൾ എനിക്ക് വലിയ കുഴപ്പമുണ്ടായി തോന്നുന്നില്ല. കാരണം അവർ പറഞ്ഞത് 18. പക്ഷേ ഇതിൻ്റെ ഇടയിൽ എനിക്ക് 18 കാണിക്കുകയും ചെയ്തിരുന്നു കേട്ടോ. 18 മൈലേജ് എനിക്ക് കാണിക്കുകയും ചെയ്തായിരുന്നു.